ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈസ്റ്ററൊക്കെ കഴിഞ്ഞു. ഞങ്ങളിന്ന് തൃശ്ശൂരിൽ നിന്ന് കോട്ടയത്ത് എൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഞാനും ചേട്ടായിയും സുട്ടുമുണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ ഇനിയിപ്പോൾ റെഡി ആവാൻ പോവാണ്. സുട്ടുവിന് കുറുക്കൊക്കെ കൊടുത്തിട്ട് വേണം കൊണ്ടുപോകാൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്രാവിശേഷങ്ങളായിരിക്കും ഈ വ്ളോഗിലുണ്ടാവുക. അപ്പോൾ നമുക്ക് വീട്ടിൽ പോവാം. നമ്മൾ 2 ആഴ്ച അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും കാണുക. ഞങ്ങളെ കൊണ്ടുവന്നാക്കിയിട്ട് ചേട്ടൻ തിരിച്ചു പോരും. 2 ദിവസം ചേട്ടൻ കാണും. ഞങ്ങൾക്ക് അവിടെ കുറച്ച് ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇന്ന് പോകുന്ന വഴിക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്കെന്നാൽ വീട്ടിൽ പോവാം. മമ്മി ആട്ടോ അവന് കുറുക്ക് കൊടുക്കുന്നത്. എന്നിട്ട് അവനെ ഇനി കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കുറുക്ക് കൊടുത്ത് കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമുണ്ടല്ലോ, പിന്നെ നമുക്ക് കൊണ്ടുപോകാം. അപ്പം ഞങ്ങൾ ഇറങ്ങാണ്. അമ്മച്ചി ആൻമോള് വന്നിട്ടുണ്ട്. അപ്പം ശരി, ഇനി നമുക്ക് ഓൺ ദ വേ കാണാം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. കുറച്ച് ലേറ്റായി, എന്നാലും ഏകദേശം സമയത്ത്. പിന്നെ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് വലിയ എമർജൻസി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇത്തിരി ലേറ്റായിട്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവനെയും കൊണ്ട് ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഇപ്പം കോട്ടയത്ത് വീട്ടിലോട്ട് പോകുന്നു. സുട്ടിപ്പോഴും എഴുന്നേറ്റിട്ടില്ല. അന്നേരം തുടങ്ങിയ ഉറക്കുക, ഇതുവരെ എണീറ്റിട്ടില്ല. ഇന്നിനി രാത്രി ഞങ്ങൾക്ക് ശിവരാത്രി ആയിരിക്കും. അവൻ്റെ ഉറക്കമൊക്കെ അവൻ പകലുറങ്ങി തീർക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇവൻ്റെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ ചേട്ടയുടെ ഫ്രണ്ടും എൻ്റെ സീനിയറുമായിരുന്ന ജെറിൻ ചേട്ടൻ്റെ ഉണ്ണിനെ കാണാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി 44 മിനിറ്റ് കാണിക്കുന്നുണ്ട് മൂവാറ്റുപുഴയിൽ നിന്ന്. അവൻ്റെ മഴയൊക്കെ കണ്ടിരിക്കുക കേട്ടോ. അത്യാവശ്യം മഴയുണ്ട്. അപ്പോൾ ഇവൻ ഈ ഗ്ലാസ്സിൽ കൂടെ ഇങ്ങനെ വെള്ളം ഊർന്ന് വീഴുന്നതാണ് ഈ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ആശാൻ ഉറങ്ങിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ. അവന് യൂഷ്വലി ഇങ്ങനെയാണ്, വണ്ടി കയറി കഴിഞ്ഞാൽ പാല് കുടിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഞങ്ങൾ ജെറിൻചേട്ടൻ്റെ വീട്ടിൽ കയറി. ജെറിൻചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കയറിയിട്ട് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം നല്ല മഴയായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കോട്ടയത്തേക്ക് കയറിയപ്പോൾ തൊട്ട് മഴയാണ്. പിന്നെ ഞങ്ങൾക്ക് ചേട്ടയുടെ വേറൊരു ഫ്രണ്ടുണ്ട്, ജോജി. അപ്പോൾ അവിടെയും കുഞ്ഞുവാവ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവനെയും കാണണം. അങ്ങനെ 2 കുഞ്ഞുവാവകളെ കാണാനാണ് ഇന്നത്തെ ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം. ഇങ്ങനെ കറങ്ങി നേരെ പോവുകയാണെങ്കിൽ പിന്നെ അതിനായിട്ട് നമ്മൾ വരണ്ടല്ലോ. അപ്പോൾ ആദ്യം വരണമെന്ന് വിചാരിച്ചു, പക്ഷെ ഞങ്ങൾക്ക് പറ്റിയുമില്ല വന്ന് കുഞ്ഞുവാവകളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൊണ്ടും കൂടെയാണ് ഇപ്രാവശ്യം ഈ പോക്കിൽ അങ്ങോട്ട് ഒരുമിച്ച് കയറി. എല്ലാ റൂട്ട് ഏകദേശം സെയിം ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചത്. ഞാൻ 2 പേരും കൂടെ ഒരു തീരുമാനമായി. അവൻ വീണ്ടും ഉറങ്ങി. ഒരു ബഹളവും കാഴ്ച കാണലും ഒക്കെ കഴിഞ്ഞപ്പോൾ അവൻ പിന്നെയും ഉറങ്ങിപ്പോയി. പിന്നെ ഈ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ എന്തോ പോലെ തോന്നാം, കാരണം ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ കാറിനകത്തായിരുന്നു വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ടെന്നൊക്കെ തോന്നുന്നു. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ജോജിയുടെ വീട്ടിലും കയറി കണ്ടോ. നല്ല മഴയാണ്, എപ്പോഴും നല്ല മഴയാണ്. അങ്ങനെ ഞങ്ങൾ അവസാനം വീട്ടിലെത്തി. ഒരു 7-7:30 ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ അമ്മ 3 മാസം കൂടിയാണ്, 2.5 മാസമൊക്കെ ആയി വീട്ടിൽ പോയിട്ട് ഞാൻ അവനെ കാണുന്നത്. അതിൻ്റെ ആ എക്സൈറ്റ്മെൻറ്റാണ് ഈ കാണുന്നത്. പിന്നെ ഇവർ 2 പേരും സത്യത്തിൽ ഞങ്ങളെ മൈൻഡ് ചെയ്തിട്ടേ ഇല്ല. ഞാനും ചേട്ടായും കാറിൽ നിന്ന് ഇറങ്ങിയോ എന്ന് പോലും ഇവർ നോക്കുന്നില്ലായിരുന്നു. 2 പേരും കൂടെ അവനെ അങ്ങോട്ട് ഏതാണ്ടോ കുറേ വർഷങ്ങൾ കൂടി കാണുന്ന എക്സ്പ്രഷൻ ഇട്ട് കളിപ്പിക്കുന്നു, എടുത്തുകൊണ്ട് ഓടുന്നു, കാണുന്നു, എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ ആദ്യം ഒന്നിങ്ങനെ സംശയിച്ചിരുന്നു കേട്ടോ, ഇതെവിടെയാണെന്നുള്ളത്. കാരണം 2 മാസമൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അവന് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ വീട്ടിലെത്തി പെട്ടു. രാവിലെ അല്ല, ഉച്ചയായി ഇറങ്ങിയപ്പോൾ. ഇനി 2-3 സ്ഥലത്തൊക്കെ കയറാനുണ്ടായിരുന്നു. മഴയായതുകൊണ്ട് കയറിയതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര മഴയായിരുന്നു. ഞങ്ങൾ വന്ന വഴി കോട്ടയം ജില്ല കടന്നപ്പോൾ തൊട്ട് മഴയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം ഏകദേശം 7 മണിയൊക്കെ 7:30 ആയി. ഞങ്ങളപ്പോൾ ഇപ്പോൾ എത്തി. ഇനി ഫ്രഷൊക്കെ ആയിട്ട് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി ഇതുപോലെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി, ടാറ്റാ.